എത്രക്ക് ടേസ്റ്റുള്ള സാധനം ശിങ്കടി ഉണ്ടാക്കി വെച്ചിരിക്കണ. ഇതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ കഴിക്കാതിരിക്കോ? തൊട്ടുപോരുത്. അപ്പൂപ്പനും രുദ്രയും വന്ന് കഴിക്കുന്നത് വരെ വേറെ ആരും ഇത് തൊടരുത്. തൊട്ടുപോരുത്, മനസ്സിലായോ? ഒരൽപ്പം കഴിച്ചു നോക്കാം, ശിങ്കടിക്ക് അത് മനസ്സിലാവില്ല. ഇന്ന് വരെ ആർക്കും വേണ്ടി ഞാൻ ഇത്രയും കാത്തിരുന്നിട്ടില്ല. വേഗം പോയി വിളിച്ചോണ്ട് വരൂ, അല്ലെങ്കിൽ ഞാൻ പോകുകയാണ്. ആരാടാ ഈ ധിക്കാരി? മന്ത്രതന്ത്രം. ഞാൻ മായാജാല ചക്രവർത്തി. എല്ലാവരും എന്നെ ഷക്കാൽ എന്ന് പറയും. സോഗ, എന്തിനാണ് ഈ കിളവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇയാളെ കൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. ഷാക്കാൽ, ഇവനൊരു ചെറിയ തന്ത്രക്കാരനാണ്. ഇവനെ കൊണ്ട് നമുക്ക് പ്രയോജനങ്ങളുണ്ട് ഷാക്കാൽ. ഞാൻ എത്രമാത്രം മണ്ണിന്റെ മുകളിലാണോ അതിലും കൂടുതലായി മണ്ണിന്റെ താഴെയുമുണ്ട്. ഷാക്കാൽ, നിങ്ങൾക്ക് രുദ്രയല്ലേ വേണ്ടത്? ആ കാര്യമെന്ന് പറയുന്നത് എനിക്ക് എന്റെ ചെറുവിരലിൽ എത്രയോ ഉള്ളൂ. ആണോ? എങ്കിൽ ചെല്ല്, അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ. ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. സപ്പോള, ഇവനെ രുദ്രയുടെ അടുത്തേക്ക് കൊണ്ടുപോ. ഓലയാണ് ഓല. ഞാനാണ് സപ്പോല. വരൂ മന്ത്രവാദി. ആദ്യം ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. ചെയ്തു കഴിഞ്ഞു. നോക്കട്ടെ പ്ലെയിൻ. ഞാൻ ചെയ്തത് ബട്ടർഫ്ലൈ ആയി. അത് സാരമല്ല, ഞങ്ങളുടേത് പ്ലെയിൻ, നിന്റേത് ബട്ടർഫ്ലൈ. എല്ലാം കൂടി ഒരുമിച്ച് പറക്കട്ടെ. ശരിയാണ്, വളരെ വലിയൊരു അപകടം തന്നെ ഉണ്ട്. ഈ അപകടത്തിന്റെ പേര് കൊച്ചു മന്ത്രവാദി എന്നാണ്. എന്റെ വലിപ്പം കണ്ട് എന്നെ ചെറുതായി കണക്കാക്കണ്ട. ഞാൻ എത്രമാത്രം ഭൂമിക്ക് മുകളിലുണ്ടോ അതിനേക്കാൾ 10 മടങ്ങ് താഴെയുണ്ട്. ഇനി സത്യം മാത്രം എന്നോട് പറ, നിങ്ങളിൽ ആരാണ് രുദ്ര? അത് പറഞ്ഞതിന് ശേഷം ഒന്നും മിണ്ടാതെ ഈ കൂടിനകത്ത് വന്നിരിക്കണം. ഞാനാണ് രുദ്ര. രുദ്ര, വരൂ, ഈ കൂടിനകത്തേക്ക് വരൂ. നിന്നെ ചെറുതാക്കി ഇതിനകത്തേക്ക് ഞാൻ ഇട്ടേക്കാം. നീ എന്താ ഈ ചെയ്യുന്നത്? സോറി, ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചതാ, പക്ഷെ ഉഴപ്പി. പ്ലീസ്, ഇനി ഇങ്ങനത്തെ ഹെൽപ്പ് ഒന്നും ചെയ്യരുത്. നന്ദിയുണ്ട് കുട്ടി. രുദ്ര, ഞാൻ കേട്ടു നീയും ഒരു മാന്ത്രികനാണെന്ന്. കൊച്ചു മാന്ത്രികനല്ലേ? നിനക്ക് സ്വയം രക്ഷിക്കാനാവുന്നുണ്ടോന്ന് ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രുദ്രയുടെ മാന്ത്രിക പവറിനെ ഒരിക്കലും സംശയിക്കരുത്. എന്താ ഇത്? പ്ലെയിൻ ഓടിച്ചു കേട്ടേണ്ടത് വയറ്റിലേക്കല്ല, എയർപോർട്ടിലേക്കാണ്. ഒന്ന് പുറത്തേക്ക് വാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. വലിപ്പത്തിൽ ഞാൻ ചെറുതാണെങ്കിലും എനിക്ക് എത്രമാത്രം വലുതാവാൻ പറ്റുമെന്ന് നീ ഇന്ന് കണ്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം. അബ്രാകഡബ്രാ, ജയന്റ് ജംപ്.
ഞാൻ എന്താ മുത്തശ്ശ, മാന്ത്രികന്റെ മകൻ സോറി. എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ഇവിടെ കാണുമെന്ന്. ഞാൻ വെറുതെ രുദ്രയുമായി ചിരിച്ചു കളിക്കാൻ വേണ്ടി വന്നതാണ്. തമാശയും കളിയും കഴിഞ്ഞോ? എങ്കിൽ ചെല്ല്. പിന്നെന്താ സപ്പോല, നീ എവിടെയാ ഉള്ളത്? ഇവിടെ നമ്മള് വന്ന പണിയൊക്കെ കഴിഞ്ഞു. വാ വേഗം പോവാം. ലഞ്ച് റെഡി. രുദ്ര, മൈര, വരുൺ എല്ലാരും വരൂ. വരൂ രുദ്ര, നമുക്ക് ആഹാരം കഴിക്കാം. എന്നിട്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. കടലാസ് കൊണ്ടുണ്ടാക്കിയ ടോയ്സിനെ ഒറിജിനൽ ടോയ്സ് ആക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. അങ്ങനെ ചെയ്താൽ നിനക്ക് എവിടെ നിന്ന് വേണമെങ്കിലും രക്ഷപ്പെടാൻ പറ്റും. വലിയ മച്ചവനെ പോലെ ഇവിടുന്ന് സംസാരിച്ചിറങ്ങിപ്പോയവനാ. മണ്ണിന് മുകളിൽ ഞാൻ എത്ര അടി ഉയരത്തിൽ നിൽക്കുന്നുവോ അതിനേക്കാൾ 10 മടങ്ങ് പാതാളത്തിൽ ചെല്ലുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തായി? നാവ് ഇറങ്ങിപ്പോയ മുട്ടത്തലയാ. അല്ല ഷാക്കാൽ, എനിക്ക് ഒരു അവസരം കൂടി തരണം. ഒരൊറ്റ അവസരം കൂടി തന്നാ മതിയെന്ന്. ഈ പ്രാവശ്യം ഒരു തെറ്റും സംഭവിക്കില്ല. എന്റെ അടുത്ത് ഒരു വലിയ പ്ലാൻ ഉണ്ട്. ഞാൻ ആ മുത്തശ്ശൻ മാന്ത്രികനെ നഗരത്തിൽ നിന്നും ദൂരെ കൊണ്ടുപോകാമെന്ന്. ആ സമയത്ത് നിങ്ങൾ സൺസിറ്റിയിൽ പോയാൽ മതിയല്ലോ. ഐഡിയ കൊള്ളാം ചോട്ടു, കൊള്ളാം. ശരി, ഞാൻ നിനക്ക് ഒരു ചാൻസ് കൂടി തരുന്നു. ഒരുപക്ഷെ നീ ജയ്സിംഗ് ചൗഹാനെ സൺസിറ്റിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയാൽ പിന്നെ രുദ്രയെ കടത്തിക്കൊണ്ടുവരുന്നത് എനിക്ക് ഈസിയായ കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സൺസിറ്റി എന്റെ കസ്റ്റഡിയിലായിരിക്കും. ഏതാണ്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. രുദ്ര, നീ എപ്പോഴും പേപ്പർ ടോയ്സിനെ ഒറിജിനലാക്കി മാറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മന്ത്രത്തിന്റെ കൂടെ നിന്റെ ബിലീഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മന്ത്രത്തിൽ നിനക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് കരുതണം. 1% സംശയം വന്നാലും മന്ത്രം പിന്നെ ഫലിക്കില്ല. നോക്ക്, ഇബൈസ്കാസ് ഇബൈസ്കാസ് സക്കും റിയലിസ്റ്റിക്കും. വാവ്, എത്ര ക്യൂട്ടായിട്ടുള്ള നായാണിത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. ഒറിജിനൽ ആണെങ്കിൽ ഞാനിതിന് ജ്യൂസ് കൊടുത്തേനെ. എന്റെ അമ്മയ്ക്ക് ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എന്റെ അമ്മയ്ക്ക് ഈ ഡോഗിനൊന്ന് പിടിക്കേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. താങ്ക് യു മുത്തശ്ശ. മുത്തശ്ശൻ മാന്ത്രികൻ, നിങ്ങൾക്ക് ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പോവാൻ പറ്റില്ല. അക്കീറ ബക്കീറ ബസൂക്ക ക്രാക്ക്. മുത്തച്ഛ, ഡാം പൊട്ടാൻ പോവുകയാണ്. വേഗം വന്നാൽ. ഞാനിതാ വരുന്നു. രുദ്ര, സൺസിറ്റിയുടെ പുറത്തൊരു വാട്ടർ ഡാം ഇല്ലേ, അതിലൊരു ക്രാക്ക് വീണിട്ടുണ്ട്. അത് ഏത് സമയവും തകർന്നു പോകും. ഒരു പക്ഷെ അത് തകർന്നാൽ സൺസിറ്റിയിലുള്ള എല്ലാവരും വെള്ളത്തിൽ വീണ് മരിച്ചു പോകും. മുത്തശ്ശ, ഞാനും കൂടെ വരട്ടെ? വേണ്ട രുദ്ര, നമ്മൾ രണ്ടാളിൽ ആരെങ്കിലും ഒരാൾ ഈ സൺസിറ്റിയിൽ ഉണ്ടാവണം. നീ പ്രാക്ടീസ് ചെയ്യേ. മുത്തശ്ശ, എത്രയും വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഒരുപക്ഷെ ഈ ഡാം എങ്ങാനും തകർന്ന ഞങ്ങളുടെ വീടെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോകും. എന്തെങ്കിലും ചെയ്യും മുത്തശ്ശ. ഹരിയ, നീ എല്ലാവരോടും സിറ്റി കാലി ചെയ്യാൻ പറയൂ. എനിക്കിത് ഒരുപാട് നേരം തടഞ്ഞു നിർത്താൻ പറ്റില്ല. വേഗം ചെല്ല്, വേഗം ചെല്ല്. സിറ്റിയിൽ നിന്നും വേഗം എല്ലാവരും രക്ഷപ്പെട്. സിറ്റിയിൽ നിന്നും വേഗം എല്ലാവരും എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്. ഡാം പൊട്ടാൻ പോവാണ്. എല്ലാവരും ഓടിക്കോ, വേഗം രക്ഷപ്പെട്ടോ. ജയ്സിംഗ് ചൗഹാൻ, മാജിക്, മായാജാലം, അതിന്റെ രാജാവാണ് ഞാൻ. സോഗ, നിന്റെ ആ ചെറിയ മാന്ത്രികൻ വളരെ വലിയ കാര്യമാണ് ചെയ്തത്. ഇപ്പോൾ സൺസിറ്റി എന്റെ കസ്റ്റഡിയിലായിരിക്കും. വേഗം എന്റെ കൂടെ വാ.